CAC അംഗം അനിൽകുമാർ, PTUC അംഗം ഷാഹുൽ ഹമീദ് തുടങ്ങി നിരവധി പാർട്ടി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുമായ തവനൂരിലെ പാർട്ടി പ്രവർത്തകരെ, തവനൂരിലെ പാർട്ടി നേതാക്കളായ സുലൈമാൻ വീരാഞ്ചിറ, അതുപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി, പഞ്ചായത്ത് പ്രതിനിധികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മുഴുവൻ ആളുകളെയും ഞാൻ ഈ വേദിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഇസ്ലാമിക വേഷധാരിയായി ഇസ്ലാമിക ബിരുദമെടുത്ത് പാർട്ടിയുടെ സംഘാടന രംഗത്ത് വർഷങ്ങളായി അബ്ദുൽ നാസർ മഅ്ദനിക്കൊപ്പം അവർണപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ഏത് ശാരീരികാവസ്ഥയിലും ഏത് പരിപാടികൾക്കും ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ജഅഫർ അലി ദാരിമി. മിനിയാന്നുകൂടി പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിച്ച് പിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ വിയോഗം ആരും പ്രതീക്ഷിക്കാത്തതും അകാലത്തിലുമായിരുന്നു. വ്യക്തിപരമായി എൻ്റെയും പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും പേരിലുള്ള എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ഷംലി കടകശ്ശേരിയെ സ്വാഗതം ചെയ്തു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ അനുശോചന യോഗത്തിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, എല്ലാവരും വളരെ പ്രയാസകരമായ ഒരു ചിന്താഗതിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ നിന്നിവിടെ പറഞ്ഞു പോയ നമ്മുടെ എല്ലാമായിരുന്ന PDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഅഫർ അലി ദാരിമി വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുകയാണ്. ചെറുപ്രായത്തിൽ ലോകത്തോട് വിട പറയുമ്പോൾ തന്നെ വലിയൊരു ജനവിഭാഗത്തിൻ്റെ, നമ്മുടെ സംഘടനയിൽ മാത്രമല്ല നാട്ടിലും വലിയൊരു സൗഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ദാരിമിക്ക് വലിയൊരു മേൽക്കോൽമ നേടുകയുണ്ടായി. അതുകൊണ്ടാണ് ഇന്നിവിടെ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ജനാസ കാണുന്നതിനു വേണ്ടിയും അനുബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും ഇവിടെ കൂടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ജാതിയെന്നോ മതമെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആഭാരവൃദ്ധ ജനങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ഓരോ വ്യക്തികൾക്കും അവരുടെ പ്രാധാന്യം അവർ മരണപ്പെട്ടു പോകുമ്പോഴാണ് കൂടുതൽ അനുസ്മരിക്കപ്പെടാറ്. ബഹുമാനപ്പെട്ട ദാരിമി എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കുറ്റം കണ്ടെത്താൻ നമുക്കാർക്കും സാധ്യമല്ല. ഒരാളുടെയും കുറവുകൾ അദ്ദേഹം കണ്ടെത്താറില്ല. എപ്പോഴും അദ്ദേഹം പോസിറ്റീവായ കാര്യങ്ങൾ അത് പുകഴ്ത്തി പറയുന്നതിനാണ് അധികം പ്രാധാന്യം നൽകാറ്. അതുപോലെ തന്നെ ഒരാളുടെ വളർച്ചയ്ക്ക് എന്തെല്ലാം കഴിയും ആ രീതിയിൽ തന്നാലാകുന്നതെല്ലാം ചെയ്തിട്ടാണ് ഇത്രയും കാലം ഈ ഒരു ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും സംസ്ഥാനത്തോടെല്ലാം സംഘടനാ വർക്കിലും അതുപോലെ തന്നെ നാട്ടിലും മഹലിലെല്ലാം അദ്ദേഹം തിളങ്ങി നിന്നത്. അങ്ങനത്തെ ദാരിമി നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന നല്ലൊരു പാതയുണ്ട്. സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, സ്വന്തം പ്രയാസങ്ങൾ ആരോടും പങ്കുവെക്കാതെ അങ്ങനത്തെ ഒരു ത്യാഗോജനമായൊരു
ജീവിതം നയിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജാഫർ അദി ദാരിമി, അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അനുശോചന യോഗം പാർട്ടി നേതാക്കന്മാർ കൂടാതെ വിവിധ സംഘടനാ പ്രതിനിധികളും നമ്മളെ വേദിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു യോഗം ഔപചാരികമായി തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടൻ നാസർ സാറിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കന്മാരെ, സദസ്സിലുള്ള മറ്റ് അംഗങ്ങളെ, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരെ, പ്രതിനിധികളെ, വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് നമ്മൾ ഏവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മളുടെ പാർട്ടിയുടെ എല്ലാമായിരുന്ന, സജീവ സാന്നിധ്യമായിരുന്ന, സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്ന, പക്വതയുടെ പ്രതീകമായിരുന്ന, പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം അർപ്പണ മനോഭാവത്തോടു കൂടി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ജാഫർ അലി ദാരിമി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും സേവനവും നമുക്കേവർക്കും അറിയാവുന്നതാണ്. പറയാൻ വാക്കുകളില്ല. മരണം എല്ലായ്പ്പോഴും അനിവാര്യമായ ഘടകമാണെങ്കിലും ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ദാരിമിയുടെ മരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു മരണമാണ്. സാമൂഹ്യ സേവന രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിസ്തൂലമായ സേവനം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം ഒരു മതപണ്ഡിതൻ കൂടിയായിരുന്നു. ഇസ്ലാം മത പണ്ഡിതൻ കൂടിയായിരുന്ന അദ്ദേഹം ആത്മീയ രംഗത്തുമൊക്കെ വളരെ അമൂല്യമായ സേവനമാണ് സമൂഹത്തിന് ചെയ്തു വന്നിരുന്നത്. എല്ലാം കൊണ്ടും നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന മരണം ആണെങ്കിലും ഏറ്റവും നല്ലൊരു ദിവസം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ച രാവ് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയങ്കരനായ ദാരിമിയുടെ പരലോക ജീവിതം അല്ലാഹു വിജയത്തിലാക്കട്ടെ. ആ ഖബറിടം വിശാലമാക്കട്ടെ. കുടുംബാംഗങ്ങൾക്ക് സമാധാനം, പാർട്ടിയിലെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങൾക്കും അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മളിതിലൂടെ കുറേ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ചുള്ളിയിൽ ഉണ്ണിയേട്ടൻ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഇഷ്ട നേതാക്കന്മാരെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ നാഗരൻ, അതുപോലെ തന്നെ കമറു മാസ്റ്റർ തുടങ്ങി സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ വളരെയധികം
ഇദ്ദേഹവുമായി എടപ്പാളിലാണ് താമസം എങ്കിൽ പോലും അപൂർവം ചില സമയങ്ങളിൽ മാത്രമാണ് പരിചയപ്പെട്ടിട്ടും സംസാരിക്കാറ്. അദ്ദേഹം ഇവിടെ എടപ്പാളിൽ അധികം ഉണ്ടാകാറില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ജാഫർ താരിവി 40 വയസ്സാണ് മരിക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം പ്രയാസം. അദ്ദേഹത്തിൻ്റെ സ്വദേശം ഗൂഡല്ലൂരാണ്. ആ ഗൂഡല്ലൂരിൽ നിന്ന് എടപ്പാളിലേക്ക് താമസം മാറ്റി. അധികം ദിവസങ്ങളായിട്ടില്ല അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. 1.5 മാസമായി മറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹം വിവാഹം കഴിക്കുന്നില്ല. ആത്മീയതയിൽ കൂടി ജീവിച്ചു പോകാം എന്ന് മാത്രം കരുതി ജീവിച്ചിരുന്ന ഒരു മഹാത്മാവാണ് നമ്മുടെ താരി. അദ്ദേഹത്തിൻ്റെ ഇഹലോകവാസം പറയുന്ന പോലെ ദൈവനാമത്തിൽ തന്നെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവിയിലുള്ള ആ ദൈവത്തോട് ഒട്ടിച്ചേർന്നതുകൊണ്ട് തന്നെ ജീവിക്കട്ടെ എന്ന് വളരെ വ്യസനസമേതം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാവരോടും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞങ്ങളും പങ്കാളികളാകുന്നു, ദുഃഖിതരാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി CPM ഏരിയ കമ്മിറ്റി അംഗവും എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രഭാകരൻ. സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജാഫർ അലി താരിമിയുടെ വിയോഗം ഇന്ന് ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടത്. ഗ്രൂപ്പുകളിലൊക്കെ വന്നിരുന്നു, പക്ഷേ മൊബൈൽ നോക്കാത്ത കാരണം പിന്നീട് അഡ്വക്കേറ്റ് മോഹൻദാസാണ് വിളിച്ച് പറയുന്നത് അനുശോചന യോഗത്തിൽ പങ്കെടുക്കണം. അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. ഇത്രയും ചെറുപ്പത്തിൽ ചുറുചുറുക്കോടുകൂടി പൊതുരംഗത്തുള്ള ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനായില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു മരണമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലായാലും നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലായാലും ഇവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാടാണ് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനടക്കം സന്നദ്ധരായി ഞങ്ങളോടൊപ്പം വരാറുണ്ട്. അങ്ങനെ ഭരണ സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യവുമായിട്ടോ ഒന്നും ഞങ്ങളെ ഒരു കാലത്തും സമീപിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വളരെ എളിമയോടുകൂടി സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാവരോടും പെരുമാറാറുള്ളത്. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ടത്. ഞങ്ങൾ തദ്ദേശ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കാറുണ്ട്. അത് ചില ആളുകളൊക്കെ അത് സൂചിപ്പിക്കാറുമുണ്ട്, അത് എന്നെ സംബന്ധിച്ചൊക്കെ. പക്ഷെ ഞങ്ങളതൊന്നും വില വയ്ക്കാറില്ല. അദ്ദേഹത്തെ ഏത് പരിപാടിക്ക് ആകുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരിപാടി വയ്ക്കുമ്പോൾ അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഒരു PDP എന്നുള്ള നിലയ്ക്ക്, പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ക്ഷണിക്കാറില്ല. നമ്മുടെ ഉയർന്ന നേതാക്കളൊക്കെ മരണപ്പെടുമ്പോഴും അനുശോചന യോഗത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്. ഇവിടെയൊക്കെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വരാറുണ്ട്. സൗഹൃദപരമായ ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. അദ്ദേഹത്തെ പോലെ സൗമ്യനായ ഒരു നേതാവ് ഇത്രയും ചെറുപ്രായത്തിലെ ഉയർന്ന തലത്തിലെത്തിയ PDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു സ്ഥാനമാണ്. നമ്മുടെ നാട്ടുകാരൻ അങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ അത്രയും ഒരു സ്ഥാനത്തൊക്കെ എത്തിയ, അതും മതനിരപേക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിലകൊണ്ടുകൊണ്ട് സൗമ്യമായൊരു രാഷ്ട്രീയം
കൈകാര്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ വിയോഗം നമ്മുടെ പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തിനെല്ലാം തന്നെ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. ഇത്രയും ചെറുപ്രായത്തിൽ അടുത്ത കാലത്താണ് വിവാഹിതനായത്. ഒരു കുടുംബമൊക്കെ വളർന്നു വരുന്ന സമയത്ത് തന്നെയുള്ള ഈ വിയോഗം ആ കുടുംബത്തിന് വലിയ വിഷമമുള്ളാക്കിയ ഒരു വസ്തുതയാണ്. ഈ ദുഃഖങ്ങളിലെല്ലാം ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തും. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ PA മുഹമ്മദ് ബിലാൽ സാഹിബ്. ബഹുമാന്യനായ ഈ ദുഃഖസാന്ദ്രമായ സദസ്സിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സാന്നിധ്യമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകളിൽ സജീവ സാന്നിധ്യമുള്ളവർ ഒക്കെ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുണ്ട്. ചില നേരങ്ങളിൽ ചില മനുഷ്യരുടെ വേർപാട് നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തും. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. ഈ മരണം നമ്മളെയും തേടി വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ചില ആളുകളിൽ നമ്മൾ പെട്ടെന്നുള്ള വേർപിരിയൽ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തും. അത്തരം ഒരു നൊമ്പരമാണ് ദാരിമിയുടെ വേർപാടിലൂടെ നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുകയും ചിന്തയും ഒക്കെയായി വരുന്നത്. വളരെ ചെറുപ്പം മുതലേ ഇസ്ലാമിക കലാലയത്തിൽ പഠിച്ച് തൻ്റെ ആദർശപരമായ, തൻ്റെ മതപരമായ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മതനിരപേക്ഷ ചേരിയെയും അതുപോലെ തന്നെ മർദ്ദിതപക്ഷ ജനതയുടെ വിമോചനത്തിനുമൊക്കെയായി മഹാനായ അബ്ദുൽ നാസർ മഅ്ദനിയോടൊപ്പം കഴിഞ്ഞ പതിറ്റാണ്ട് കാലം ആ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ശക്തമായി നിലയുറപ്പിച്ച ഒരു യുവ പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഒരുപാട് അനുശോചന യോഗങ്ങളും സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സംബന്ധിക്കുന്നുണ്ടെന്നെങ്കിലും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ രാജ്യത്തെ വലിയൊരു പോരാട്ടം, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചേരിയിൽ ത്യാഗോജ്ജലമായ സമർപ്പണം, തൻ്റെ ശരീരത്തെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിച്ചപ്പോഴുമൊക്കെ ഈ സമൂഹത്തിൻ്റെ, സമാജത്തിൻ്റെ പ്രയാസങ്ങളെ സ്വന്തം നെഞ്ചിലേറ്റി തൻ്റെ നൊമ്പരങ്ങളെ മനസ്സിൽ അടക്കി പിടിച്ച് സമാജത്തിൻ്റെ വേദനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തെ മർദ്ദിതപക്ഷ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനായി ധീരോദ്ധമായി ശബ്ദിച്ച ഒരു ധീര പോരാളിയാണ് ഈ കാലയളവിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്കുരിക്കപ്പെട്ട മഹത്തായ ആദർശം, ആദർശത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അദ്ദേഹം നടന്നുപോയ വഴികൾ വളരെ പ്രയാസകരമായിട്ടുള്ളതാണെങ്കിലും അതെല്ലാം പുഞ്ചിരിയോടെ സ്നേഹിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോയ ഒരു ഓട്ടോ
ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു. എല്ലാവരും അവിടെ ഇരിക്കും. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ യാത്രയിൽ ആ യുവ പോരാളിയുടെ ധീരമായ സാന്നിധ്യം നമുക്കിന്ന് നഷ്ടമായ സാഹചര്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ വിശ്വാസത്തിനിഷ്ടമായ പ്രാർത്ഥന ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ നമുക്കൊരു പ്രചോദനമായി മുന്നോട്ട് പോകാനുള്ള കരുത്തേറുകയും, ഒരു പണ്ഡിതനായിരിക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഒരു മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്നതിനും ചേർത്ത് വെക്കുന്നതിനുമൊക്കെ ദാരിമി നിർവഹിച്ച പങ്ക് വളരെ നിഷ്ഠൂരമാണ്. അതിനെ കരുതി അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും വ്യാപൃതരായി. സർവശക്തനായ നാഥൻ അദ്ദേഹത്തിൻ്റെ ബർസഹിയായ ജീവിതവും നാളെ പരലോകവും വിജയത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. സംഘടനാകാലം ജനറൽ സെക്രട്ടറി വി ആർ അലിയാർ സാഹിബ്, അസർ വാഴക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെ വേദിയിലേക്ക് വന്നിരിക്കുക. അടുത്തൊരു കുറേ മുമ്പേ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടു വാക്കും കൂടി സംസാരിക്കും. അതിനുശേഷം നമ്മുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദീൻ ഉസ്താദ് അവരുടെ അനിയൻ സാഫി ഉസ്താദ് ഒക്കെ സംസാരിക്കാണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. റഷീദ് ബിലാക്കലിനെ ആദരവും ക്ഷണിക്കും. പ്രിയങ്കരായ ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ, മറ്റ് PDPയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ, അവരുടെ പോഷക ഘടകങ്ങളുടെ സംസ്ഥാന ജില്ലാതല ഭാരവാഹികൾ, ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബഹുമാന്യനായ ശ്രീ പ്രഭാകരൻ, ഉണ്ണിയേട്ടൻ, ഇവിടെയുള്ള ഈ പ്രദേശത്തെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ. ഇന്ന് രാവിലെയാണ് ബഹുമാന്യനായ മഹല്ല് സെക്രട്ടറി ജാഫർ അലി ദാരിമിയുടെ മരണവിവരം ഇന്ന് രാവിലെ വിളിച്ചറിയിച്ചു. വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്തിൽ അതിനും ഉപരിയായി ഈ പ്രദേശത്തെ മതപണ്ഡിതൻ എന്ന നിലക്കാണ് എന്നോട് വളരെയധികം അടുത്ത ബന്ധമുള്ളത്. അദ്ദേഹം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ വരുന്ന സമയത്ത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഉണ്ടാവാറുണ്ട്. എങ്കിലും അദ്ദേഹവുമായുള്ള സൗഹൃദം എല്ലാ കാലത്തും നിലനിർത്തി പോകാൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. അദ്ദേഹവുമായുള്ള ആ ഇടപെടലുകളൊക്കെ വളരെ മാന്യമായി തന്നെ എല്ലാവരോടും ഇടപെട്ട് സംസാരിക്കുന്നതിനും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ വളരെയധികം സസൂക്ഷ്മം നിരീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയുന്നതിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ വിശുദ്ധ റമദാനിലൊക്കെ അദ്ദേഹം സജീവമായി എൻ്റെയൊക്കെ പ്രദേശമായ തട്ടാമ്പടി പ്രദേശത്ത് ജമാഅത്തിനൊക്കെ നേതൃത്വം കൊടുക്കുകയും എല്ലാ സമയത്തും പള്ളികളിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നു. നാട്ടിലുള്ള സമയത്തൊക്കെ സജീവമായി അദ്ദേഹത്തോടൊപ്പം
കുറേയൊക്കെ ജമാഅത്തുകളിൽ പങ്കെടുക്കാനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനൊക്കെ അവസരമുണ്ടായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം എല്ലാവരെയും, ഈ നാടിനെ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ മാത്രമല്ല ഈ നാടിലുള്ള സാധാരണക്കാരായ എല്ലാ ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തി എന്നതൊരു സത്യം, ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ PDPയുടെ ഒരു നഷ്ടം വളരെ വലുതാണ്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. ആ നഷ്ടത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഒക്കെ ആ ദുഃഖത്തിൽ അഗാധമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പങ്കുചേരുന്നതോടൊപ്പം അദ്ദേഹത്തിന് നാളെ സ്വർഗപൂന്തോപ്പ് സർവശക്തൻ നൽകി അനുഗ്രഹിക്കട്ടത്. അദ്ദേഹത്തിന് വേണ്ടി മഅഫിറത്തും മർഹത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി ഉസ്താദുകളുടെ പ്രിയപ്പെട്ട അനിയൻ സാഫി ഉസ്താദിനെ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ കൂടിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അകാലത്തിലെ ദൈവലോകത്തേക്ക് വിട പറഞ്ഞു പോയ ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നന്മകളെ വാഴ്ത്തി പറയുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയ മനുഷ്യരാണ്, സഹോദരങ്ങളാണ് നാം ഓരോരുത്തരും. ഓരോരുത്തരും ദൈവലോകത്തേക്ക് ചെല്ലുമ്പോൾ, പരലോകം പ്രാപിക്കുമ്പോൾ ഉടമസ്ഥനായ രക്ഷിതാവ് അവരോട് ചോദിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, വഅൻ ഉംരിഹി ഫീമ അഫ്ന, നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് സംതൃപ്തകരമായ മറുപടി കിട്ടിയിട്ടല്ലാതെ ഒരടിമയെയും അവൻ്റെ കാൽപാദത്തെ മുൻപിലേക്കോ പിൻപിലേക്കോ ചലിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബഹുമാന്യനായ ജാഫർ ദാരിമി വളരെ ചുരുങ്ങിയ ഹ്രസ്വമായ 40 വർഷം ജീവിതത്തിൻ്റെ മധ്യാഹ്നം വരെ മാത്രമേ ജീവിച്ചുള്ളൂ. ഒരു പുരുഷായുസിൻ്റെ പകുതി ജീവിച്ച് പകുതി അദ്ദേഹം ഈ ഭൂമിയിൽ ബാക്കിയാകാതെ അദ്ദേഹം പരലോകത്തേക്ക് വിട പറഞ്ഞിരിക്കുകയാണ്. ജീവിച്ചിരുന്ന കാലമൊക്കെയും അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് വളരെ ആത്മാർത്ഥമായി എപ്പോഴും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മറ്റുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഅഹും, അള്ളാഹുവിന് ഒരുപാട് ദാസന്മാർ, അടിമകൾ ഭൂമിയിലുണ്ടെങ്കിലും എപ്പോഴും പള്ളികളിലോ മറ്റ് ആരാധന കേന്ദ്രങ്ങളിലോ മാത്രം കുത്തിയിരിക്കുന്നവരല്ല രക്ഷിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. മറിച്ച് മനുഷ്യർക്ക് ഉപകാരമുള്ള, ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരെയാണ് രക്ഷിതാവിന് അങ്ങേയറ്റം ഇഷ്ടമെന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് അറിയാറുള്ളത് മനുഷ്യർക്ക് നന്മ പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതിനും ഒക്കെ അദ്ദേഹം വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് നീതി നിഷേധത്തിൽ ആയിരുന്നപ്പോൾ, തടവറകളിൽ കഴിഞ്ഞിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തും സോഷ്യൽ മീഡിയയും സ്റ്റാറ്റസും ഒക്കെ മനുഷ്യർക്ക്, ബുദ്ധിമുട്ടനുഭവിക്കുന്ന മനുഷ്യർക്ക് കാരുണ്യം എത്തിച്ചു കൊടുക്കുന്നതിന്, നീതി നിഷേധത്തിനെതിരെയൊക്കെയായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹവും ഞാനുമായുള്ള കുറേ കാലത്തെ ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശവാസികളും പരിചയത്തിലുള്ള പല പ്രവർത്തകരും മറ്റുള്ളവരുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് മക്കളെ വിശുദ്ധ ദീനിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കുന്നതിനു വേണ്ടി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കലാലയങ്ങളിലേക്ക് വിട്ട് മനുഷ്യരെ വിദ്യാഭ്യാസവും ആത്മീയ വിജ്ഞാനവും ഒക്കെ കൊടുത്ത് ഉയർത്തിക്കൊണ്ടിരുന്നതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും അദ്ദേഹം വഴിയായി
ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അൻവാർ ശരിയിലേക്കും പെരുമ്പാവൂരിലുള്ള അൽ ഫുർഖാൻ സ്ഥാപനത്തിലേക്കുമൊക്കെ അനേകം വിദ്യാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അത്തരം ധർമ്മസ്ഥാപനങ്ങളിൽ ആരും പറയാതെ തന്നെ വിശുദ്ധ റമദാൻ മാസത്തിൽ അദ്ദേഹം തന്നെ പലരോടും ബന്ധപ്പെട്ട്, അദ്ദേഹത്തോട് ആരും നിർദ്ദേശിക്കാതെ പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ വകയായി തന്നെ അദ്ദേഹം പരിശ്രമിച്ച് ഒരു വലിയ എമൗണ്ടുകൾ ആ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിന് അദ്ദേഹം എപ്പോഴും നിസ്സീമമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ആരെയും വേദനിപ്പിക്കാതെയും എതിർ സംഘടനയിലും എതിർ കക്ഷിയിലും ഉള്ളവരെയൊക്കെ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ ആരെയും വേദനിപ്പിക്കാതെ ശാന്തമായി സ്നേഹത്തോടുകൂടി നടന്ന് പരലോകത്തേക്ക് പോയ ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ഓർമ്മകളാണ് ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ലോകത്ത്, രക്ഷിതാവിൻ്റെ പരിശുദ്ധമായ ലോകത്ത് ഏറ്റവും ഉത്തമമായ നന്മകൾ ചെയ്ത് ഹാജരായ ഒരു ദാസനായി അല്ലാഹു ജാഫർ അലി ദാലിമി എന്ന ആടിമയെ അംഗീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ദാരിമി താമസിക്കുന്ന പ്രദേശത്തെ വാർഡിൻ്റെ പ്രതിനിധിയും CPM നേതാവും കൂടിയായ ദിനേശൻ അവരുടെ ക്ഷണിക്കുന്നു. വളരെ വ്യസനത്തോടു കൂടിയാണ് ഇന്നലെ രാത്രി ദാരിമിയുടെ അന്ത്യം അറിഞ്ഞത്. അദ്ദേഹം എടപ്പാൾ വന്നതിന് ശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നൊരു സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ അവസാനം കണ്ടത് അദ്ദേഹത്തിൻ്റെ വിവാഹ സമയത്താണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അകാല നിര്യാണത്തിൽ എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തി. അടുത്തതായി അൻവാർ ശേരിയുടെ പ്രിൻസിപ്പൽ കൂടിയായ ചേലക്കുളം അബ്ദുൽ ഹമീദ് മൗലവി ഉസ്താദ് അവരുടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാന്യനായ ജാഫർ ദാരിമി ഉസ്താദിൻ്റെ അനുസ്മരണ യോഗത്തിലാണ് നമ്മളുള്ളത്. ബഹുമാന്യനായ ദാരിമി അവറുകൾ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതരംഗങ്ങളിലെല്ലാം ഒരു നിറസാന്നിധ്യമായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഈ മാസം 22-ാം തീയതി പെരുമ്പാവൂർ നടക്കുന്ന അജ്വ എന്ന സാംസ്കാരിക വേദിയുടെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യമായി ബന്ധപ്പെട്ടത്, അതിൻ്റെ സംഘാടകർ സമീപിച്ചത് ബഹുമാന്യനായ ജാഫർ ദാരിമിയെ. അദ്ദേഹം തയ്യാറാക്കി തന്ന പോസ്റ്ററാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മരണത്തിന് 1-2 ദിവസം മുമ്പ് വരെ അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന, മനുഷ്യന് ഗുണകരമാവുന്ന മേഖലകളിൽ സജീവമായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം കേരളത്തിന് മൊത്തവും മാതൃകയാകത്തക്ക വിധം അൻവാർ ശേരിയിൽ ഒരു മഹാസമ്മേളനം നടക്കുകയും എല്ലാ വിഭാഗം പണ്ഡിത സംഘടനകളിൽപ്പെട്ട ഉസ്താദന്മാരെയും സമ്മേളിപ്പിച്ചുകൊണ്ട്, സമുന്നതരായ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, മതത്തിലുള്ള വിഭാഗീയ വ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസങ്ങളില്ലാതെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അൻവാർ ശേരിയിൽ ഒരു വലിയ മഹാസമ്മേളനം നടന്നപ്പോൾ ബഹുമാന്യനായ ദാരിമി അവറുകൾ
ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അൻവാർശ്ശേരിയിൽ വന്ന് തമ്പടിക്കുകയും ആ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുകയും അവിടെ ആവശ്യമായ പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നത് വളരെ ബോധ്യമുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നൊരു വചനമുണ്ട്. പണ്ഡിതൻ്റെ വിയോഗം ലോകത്തിൻ്റെ വിയോഗമാണ് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാന്യനായ ദാരിമിയുടെ വിയോഗം PDP എന്ന പാർട്ടിക്ക് മാത്രമല്ല, അജുവ എന്ന പ്രസ്ഥാനത്തിന് മാത്രമല്ല, അജുവയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു, ആ പ്രസ്ഥാനത്തിന് മാത്രമല്ല, അവശത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും ഒരു വലിയ നഷ്ടം തന്നെയാണ് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ലോകത്തിൻ്റെ ഒരു നഷ്ടമാണ്. അത് തന്നെയാണ് ഇന്ന് ദാരിമിയുടെ വിയോഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ജീവിതം ഈ ഭൗതിക ലോകത്ത് എത്രത്തോളം സന്തോഷകരവും ആനന്ദകരവുമായിരുന്നോ അതിനേക്കാളെല്ലാം ഉപരിയായി ആ ഖബർ മുതൽ തുടങ്ങുന്ന ബർസഖി ജീവിതത്തിൽ അനുഭവിച്ച് സന്തോഷിച്ച് മഹാരഥന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ നാം പാഠമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അനുസ്മരിക്കപ്പെടുന്ന ആളുടെ മാതൃകാപരമായ ജീവിത ശൈലി രീതി പകർത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ്, പകർത്തുവാനുള്ളൊരു പ്രചോദനമാണ് അനുസ്മരണ സമ്മേളനങ്ങളിലൂടെ നാം നേടിയെടുക്കേണ്ടത്. പാവപ്പെട്ട അവശരായ പ്രയാസപ്പെടുന്ന മുഴുവൻ ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, അവരുടെ നന്മകൾക്ക് വേണ്ടി ദാരിമി കാണിച്ചു തന്നതുപോലുള്ള മാതൃകാ ജീവിതം നമുക്കും നയിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദീനിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സർവശക്തനായ റബ്ബ് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മഹല്ല് സെക്രട്ടറി ബാവകേഷൻ. അസ്സലാമു അലൈക്കും. വേദിയിൽ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിൻ്റെ വിയോഗത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പെട്ടെന്നുള്ള ഒരു മരണം, പെട്ടെന്നുള്ള വിയോഗം വളരെയധികം വേദനിപ്പിച്ചു എന്ന് തന്നെ പറയാം. പ്രിയപ്പെട്ട സുഹൃത്ത് യൂസുഫ് ഇന്നലെ രാത്രി 1:30 മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടത്. പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. എല്ലാത്തിനും അതിൻ്റെ ഒരു ആയസ് അത്രയേ ഉള്ളൂ എന്നുള്ളത് കണക്കാക്കി നമുക്ക് സമാധാനിക്കാം. അത്രയേ ഉള്ളൂ അതിൻ്റെ വിധി. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ നാട്ടിൽ ഇവിടെ ഈ കാലത്ത് ഉള്ള കാലം വരെ അദ്ദേഹം നമ്മളോടെല്ലാം വളരെയധികം സ്നേഹത്തോടും സൗഹൃദത്തോടും തന്നെയാണ് ഇവിടെ ജീവിച്ചു പോന്നിരുന്നത്. അത് കൂടുതൽ നാളുകൾ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഇവിടെ പറയാനാവൂ. ഞാൻ കൂടുതലായി ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല. എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായ കുടുംബങ്ങളോടൊപ്പം നമ്മൾ ചേർന്നുകൊണ്ട് മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മൾ സംസാരിക്കുന്ന INL-ന്റെ സംസ്ഥാന നേതാവ് കൂടിയായ പൊന്നാനി മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ ഷംസു സാഹിബിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട PDP-യുടെ സംസ്ഥാന നേതാക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ PDP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും
അതോടൊപ്പം ഈ പ്രദേശത്തെ മതപണ്ഡിതനുമായിരുന്ന ജാഫർ അലി ദാരിമിയെക്കുറിച്ച് ഇവിടെ എല്ലാവരും വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഒരു പാർട്ടി നേതാവ് വിട പറയുമ്പോൾ അവരുമായി ആത്മബന്ധമുള്ള അവരുടെ സഹപ്രവർത്തകർക്ക് ഒരു പക്ഷേ വലിയ വേദനയുണ്ടാവും. പക്ഷേ ആ പാർട്ടിക്കാരനല്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണം മനസ്സിൽ വല്ലാതെ വേദനയുണ്ടാക്കി. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ശൈലിയും ജീവിത രീതിയുമെല്ലാം കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. വിനയത്തോടു കൂടി സമൂഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശം, ആ ആദർശത്തിൽ ഒരു പൊടി പോലും പിന്നോട്ട് പോവാതെ അത് അവസാനിച്ചാലും ശരി അതോടൊപ്പം മരിച്ചു പോകുമെന്ന നെയ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയായിരുന്നു ദാരിമി. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ശരി, ഞാൻ വിശ്വസിക്കുന്ന ആ പ്രത്യയശാസ്ത്രം അതെൻ്റെ പ്രിയപ്പെട്ട നേതാവ് എനിക്ക് കൈമാറിയതാണ്. അതെൻ്റെ ശാരീരിക അവശതയോ രോഗങ്ങളോ ഒക്കെ എൻ്റെ ശരീരത്തുണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്നുകൊണ്ട് എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക എന്നുള്ള ആത്മാർത്ഥമായ ആ മനസ്സ്, ഒരുപക്ഷെ എന്തെങ്കിലും അധികാരം കിട്ടാൻ വേണ്ടിയല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവൂല എന്ന് ഉറപ്പുണ്ടായിട്ടാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതിലുള്ളത്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ലാഭം ഇതുകൊണ്ട് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നഷ്ടം, ശാരീരിക പ്രയാസം, കുടുംബപരമായ മറ്റു പ്രശ്നങ്ങൾ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഈ സംഘടനയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ദാരിമി.